അസ്സലാമുഅലൈക്കും വെൽക്കം ടു മീ ചാനൽ. ഇന്ന് ഞാൻ പ്ലം കേക്കാണ് റെഡിയാക്കുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ പ്ലം കേക്ക് റെഡിയാക്കി എടുത്തെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിംഗ് ടിന്നിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ ബട്ടറോ ആണെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏതാണ് കേക്ക് റെഡിയാക്കുന്ന ആ പാനിലേക്ക് ഓയിൽ ഇതുപോലെ അല്ലെങ്കിൽ ബട്ടറോ നെയ്യ് എന്തെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം മൈദാമാവ് കോട്ട് ചെയ്തതിന് ശേഷം സൈഡിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണക്കമുന്തിരി അല്ലാത്ത 2 ടൈപ്പിലുള്ള മുന്തിരിയും 1/4 കപ്പ് വെച്ച് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ടൂട്ടി ഫ്രൂട്ടി 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഈത്തപ്പഴം. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. വേണമെങ്കിൽ ബദാം എടുക്കാം. ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ബദാം ഞാൻ ചേർക്കുന്നില്ല. ഇത് 4 മാത്രമേ എടുത്തിട്ടുള്ളൂ. ബദാം വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് നീര് വേണം. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി വേണം. അപ്പോൾ ആദ്യം ഓറഞ്ച് എടുക്കാം. അതിൻ്റെ തൊലി ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ തൊലി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനത് ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ തൊലി എടുക്കുക. വെള്ള ഭാഗം വന്നെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് ഇതുപോലെ തൊലി നമുക്ക് ചെത്തിയെടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ ചെത്തിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, ഇതുപോലെ മാറ്റിയെടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ആ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് മാറ്റിക്കളയാം. ആ വെള്ള ഭാഗം പെടരുത്. ആദ്യം കാണിച്ചില്ലേ. എന്നിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം കുരു കളഞ്ഞതിന് ശേഷം ഓറഞ്ചിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. നമ്മൾ എടുത്ത് വെച്ച കാഷ്നട്ടൊക്കെ റേസിൻസ് ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ചല്ലോ, അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കുരു കളഞ്ഞതിന് ശേഷം വേണം നീരെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ നീരും പിഴിഞ്ഞ് ഇതുപോലെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാണ്. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് 2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് കേക്ക് റെഡിയാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒത്തിരി തിക്കി എടുക്കണ്ട, 1 ടീസ്പൂൺ മതി. ഒരുപാട് എടുത്താലും കേക്കിന് അത്ര ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കൂടിയാലും ബേക്കിംഗ് സോഡ കൂടരുത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്ക, ഗ്രാമ്പു, പട്ടയൊക്കെ പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ എന്താ പൊടിച്ചതെന്ന് പറയാം. ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് പട്ടയും ഗ്രാമ്പുവും അതുപോലെ തന്നെ ജാതിക്കയും കൂടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത്. നല്ല ടേസ്റ്റ്. ഇത് 3 കൂടെ പൊടിച്ചെങ്കിലേ. അപ്പോൾ ഞാനിത് 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ കേക്കിന്. ഒറിജിനൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് 3 കൂടെ പൊടിക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്കയാണ്. ഏലക്ക ഞാൻ അതിൻ്റെ കൂടെ പൊടിക്കാത്തത് കൊണ്ടാണ് ഏലക്ക 1/4 ടീസ്പൂൺ ചേർത്ത്. അല്ലെങ്കിൽ ഇത് 4 ചേർത്ത് പൊടിച്ച് വെച്ചാൽ മതി. പൊടിച്ച് വെച്ചാൽ നമുക്ക് 2-3 പ്രാവശ്യം കേക്ക് റെഡിയാക്കുമ്പോൾ എടുക്കുക. ഇതൊരു 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. ഞാനൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് നല്ല ടേസ്റ്റും കിട്ടും. അങ്ങനെ ഞാനിത് അരിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി അരിച്ച് മാറ്റിയതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് മാവ് മാറ്റി വെക്കണം. ഞാൻ വേറൊരു ബൗളിലേക്ക് ഇതുപോലെ കാഷ്നട്ട് റൈസിൻസും ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഈ മാവ്. ഇത് കേക്ക് അതിൻ്റെ മുകളിൽ ഇത് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാഷ്നട്ട് റൈസിൻസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. കാരമൽ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ 1/2 കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യില്ല. ഇതുപോലെ ആ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. സ്പൂൺ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പൂണിൽ പിടിക്കും പഞ്ചസാര. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അന്നേരം തന്നെ ഇത് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാൻ കുഴപ്പമില്ല. നന്നായിട്ട് ഇത് തിളച്ച് വരട്ടെ. ഇത് മെൽറ്റ് ആവണം നന്നായിട്ട്. നമ്മൾ ഷുഗർ കാരമൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ഇതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തെറിക്കും. ആദ്യം ഒരു അല്പം ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അല്പം ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കട്ടയും പിടിക്കുകയല്ല, ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചൂടോട് ഒഴിച്ച് വെച്ചാൽ കട്ട പിടിക്കുന്നുണ്ട്. കട്ട പിടിച്ചിട്ടില്ല. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചില്ല 10 മിനിറ്റ് മാറ്റി വെച്ച് കാഷ്നട്ട് റൈസിൻസ് ഓറഞ്ചിൻ്റെ ആ നീരോട് കൂടിയുള്ളത് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നമ്മൾ പൊടിച്ച ആ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പട്ടയും ഗ്രാമ്പും ജാതിക്കയും പൊടിച്ചാണ്. ഏലക്ക വേണ്ട, അത് 3 കൂടെ ഞാൻ പൊടിച്ചാണ്. ഇനി അത് ചേർത്ത് പൊടിച്ച കുഴപ്പമില്ല, ഇച്ചിരി അളവ് കുറച്ചാൽ. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1/2 കപ്പ് ആവശ്യം വരില്ല.
വേണമെന്നില്ല, ഒരു 1.25 കപ്പ് മതി. പക്ഷേ ഞാൻ 1.5 കപ്പ് ഇട്ട് നിറച്ചിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റാവേ. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട്. വേറെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുക. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണ്, 2 ചേർത്ത്, തീരെ ചെറുതാണ് 3 ചേർക്കുക. കേക്ക് എത്രയാണ് റെഡിയാക്കുന്നത് അതിനനുസരിച്ച് മുട്ട കൂട്ടണം. ഇനി 3 കപ്പ് എടുക്കുന്നത് 3 കപ്പ് മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ ഇതുപോലെ നന്നായിട്ട് പതച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഫുള്ളും ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞിരിക്കും, ഒരല്പം നമുക്ക് മാറ്റി വെക്കണം. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് പതച്ച് ഒന്ന് കറക്കിയെടുക്കണേ. ഞാൻ ഒരല്പം പഞ്ചസാര ഇതേ മാറ്റി വയ്ക്കുകയാണ്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബീറ്റർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് പതച്ചെടുക്കണം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയല്ല, നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ലേ. ഇനി നമ്മൾ എടുത്ത് വെച്ച മാവ് അല്പം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാവ് ഇട്ടതിന് ശേഷം സ്പാച്ചില വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്പീഡിൽ അങ്ങ് മിക്സ് ചെയ്യരുത്, അല്പം ഇട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ കട്ട പിടിക്കാതെ മിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, വിസ്ക് എടുക്കാം, ഫോർക്ക് എടുക്കാം, തടിത്തവി ഏത് വേണമെങ്കിലും ഇട്ട് നമുക്ക് തവി കൊണ്ടാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടയില്ലാതെ കിട്ടണമെന്നുള്ളത്. മൊത്തം മാവ് ഇട്ടെങ്കിൽ കട്ട പിടിക്കും. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട പോലെ തോന്നും, പക്ഷേ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് ഷുഗർ സിറപ്പും ആ കാഷ്യൂനട്ട് മിക്സൊക്കെ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇത് കണ്ടോ ഇത്രയും ചാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്നെസ്സിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്, എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഒത്തിരി ലൂസായി പോകരുത്. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചിലയാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞ പോലെ തവി കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മാവ് കണ്ടോളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് തൊലി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഓറഞ്ച് തൊലി ആദ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ കൂടെ ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. ഓറഞ്ച് തൊലി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് ആ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ മാവോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ നട്ട്സൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ മുകളിൽ കിടക്കില്ല, താന്നു പോവില്ല. ഈ മാവ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ടിന്ന് റെഡിയാക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ടിന്ന് എടുത്തിട്ടുണ്ട്. 20 സെൻറ്റിമീറ്ററിൻ്റെ അളവിലുള്ള ഒരു മോൾഡാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്, കുക്കറിൽ നമുക്ക് തയ്യാറാക്കാം. കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഇതുപോലെ തന്നെ നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് ആദ്യം മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞതുപോലെ മൈദാമാവ് സൈഡിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടാലും സൈഡിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കേക്ക് ഒട്ടിപ്പിടിക്കും, പിന്നെ അതുപോലെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള പാനാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആകുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ അളവെന്ന് പറയുന്നത് 1.25 കിലോ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള പാൻ എടുക്കുക. ഞാൻ അതിനനുസരിച്ചുള്ള മോൾഡാണ് എടുത്തേക്കുന്നത് കേക്കിൻ്റെ ടിന്ന്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ എയർ ബബിൾസ് ഒന്നും വരില്ല, കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണ്. പിന്നെ കഴിക്കുമ്പോൾ നട്ട്സ് അല്ല, ഒരു ടേസ്റ്റ് കാണും. നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട് കാഷ്യൂനട്ട് റൈസിൻസ്, ഈത്തപ്പഴമൊക്കെ. അപ്പോൾ ഈത്തപ്പഴ കേക്ക് അല്ലാത്തതുകൊണ്ടാണ് ഈത്തപ്പഴം കുറച്ച് ചേർത്തത്. അപ്പോൾ ഈത്തപ്പഴ കേക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാവേ. നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ കാഷ്യൂനട്ട് കറുത്ത മുന്തിരിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് ഉടനെ തന്നെ കേക്ക് ബേക്ക് ചെയ്യണം, അങ്ങനെ മാറ്റി വെക്കാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാന് ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാനിൻ്റെ മുകളിൽ ഒരു റിങ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കുന്നത്. ഓവൻ ഇല്ലാതെ ഈസി ആയിട്ട് ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി കേക്കാണിത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. അപ്പം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ്. ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് റിങ് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കാം. ഓവൻ ഇല്ലെങ്കിലും ബീറ്റർ ഇല്ലെങ്കിലും നമുക്കിത് കണ്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. മിക്സിയിൽ വെച്ചിട്ട് മിക്സിയിൽ അടിച്ച് റെഡിയാക്കാം. ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കേക്കായതുകൊണ്ട് ഒരു 1.5 മണിക്കൂറേലും എടുക്കും ഇത് വേവാനായിട്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയാണ്, വെന്തിട്ടില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കേക്ക് അടിക്ക് പിടിക്കും, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും സമയം എടുത്തത്, വലിയ കേക്കായതുകൊണ്ട്. 1.25 കിലോ ഉണ്ട്. 1 കിലോ കേക്കാണെങ്കിൽ നമുക്ക് 55 മിനിറ്റ് ഇല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കുകയുള്ളൂ ഇത് വേവാനായിട്ട്. എന്തായാലും നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുകയാണ്. കേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നടുക്ക് തന്നെ ഒന്ന് കുത്തി നോക്കുക. അങ്ങനെ ഒന്ന് കുത്തി കേക്കിൻ്റെ ഒരു ഭംഗി കുറേന്നോർത്ത് വീണ്ടും നോക്കിയതാണ്. അപ്പോൾ ഒരല്പം കൂടെ വേവാനുണ്ട്. ഞാൻ അടച്ച് വെച്ച് വീണ്ടും അങ്ങനെ കറക്റ്റ് ഒരു 1.25
മണിക്കൂർ എടുത്തിട്ടാണ് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറും വെച്ച് കേട്ടോ. ഇത് ഞാൻ അന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യുന്നില്ല, അടുത്ത ദിവസമാണ്, ഇന്നലെ രാത്രിയിലാണ് കേക്ക് റെഡിയാക്കിയത്. 11 മണി കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്ത് കാണിക്കാഞ്ഞത്. അത്ര സമയം വീഡിയോ എടുത്ത് ടയേർഡായി. അപ്പോൾ കേക്ക് നല്ല മണമാണ്, ഒരു നല്ല ടേസ്റ്റും. കേക്ക് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഈ കേക്ക് ഏത് കേക്കാണെങ്കിലും നമ്മൾ അന്നേരം കഴിക്കുന്നതിലും നല്ലത് അടുത്തൊരു ദിവസം കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ ഞാനിത് മാറ്റുകയാണ്. കേക്കിൽ നിന്ന് നമുക്ക് കേക്ക് വെടിയിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. കുക്കറിലാണെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം, ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല അടിപൊളി കേക്കാണിത്, നല്ല മണം വരുന്നുണ്ട്. ഏത് കേക്കാണെങ്കിലും നമ്മൾ റെഡിയാക്കിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി സമയമില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വെച്ചിട്ട് കഴിക്കാൻ നോക്കുക. നമ്മൾ റെഡിയാക്കി ഉടനെ തന്നെ കട്ട് ചെയ്ത് ആ ചൂടോടുകൂടി കട്ട് ചെയ്താലും കേക്കിന് അത്ര ടേസ്റ്റ് കാണില്ല. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇത് സ്ട്രക്ചർ ഒന്നും ഞാൻ കാണിച്ചു തരാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലും ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലും ടേസ്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഞാനിത് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇത് കഴിക്കുന്നില്ല, കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേക്കിന്. അപ്പോൾ അതേ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ കട്ട് ചെയ്യുമ്പോൾ മോള് വന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടെ അവൾ കഷ്ടപ്പെട്ട് എടുത്തതല്ല, അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ലൈക്ക് കൂടി ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.